ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വായിക്കാൻ പോകുന്ന ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുള്ളാഹിയുടെ ഫത്വയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിബന്ധനകൾ പാലിച്ചുകൊണ്ട്. എന്താണ് നിബന്ധനകളെന്ന് ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട്. നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പണത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ഒരു സ്ത്രീക്ക് പെൺകുട്ടികളുടെ അധ്യാപികയായോ സ്ത്രീകളുടെ നഴ്സായോ സ്ത്രീകളുടെ ഡോക്ടറായോ ജോലി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഷെയ്ഖിനോട്, പണത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു സ്ത്രീ ജോലി ചെയ്യുകയാണെങ്കിൽ അവൾ അവളുടെ തന്നിഷ്ടം പിന്തുടരുന്നവളായി കണക്കാക്കുമോ? അപ്പോൾ ഷെയ്ഖ് റഹിമഹുള്ള മറുപടി പറയാണ്, അത് തന്നിഷ്ടം പിന്തുടരുന്നതായി കണക്കാക്കപ്പെടുകയില്ല. അവളുടെ ജോലി തന്നിഷ്ടം പിന്തുടരലല്ല. ജോലി മാന്യവും ശരീഅത്ത് അനുവദിക്കുന്നതുമായതാണെങ്കിൽ സ്ത്രീകൾക്കിടയിലായിരിക്കണം. പുരുഷന്മാരുമായി ഇടകലരാതെ അവളുടെ അലങ്കാരങ്ങൾ അന്യപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കാതെ അവളുടെ മുസ്ലിം സഹോദരിമാരോടൊപ്പം അനുവദനീയമായ ജോലിയിലായിരിക്കണം. അതിൽ അനീതി, അതിക്രമം, അള്ളാഹു നിരോധിച്ച പ്രവൃത്തികൾ എന്നിവ ഒന്നും ഉണ്ടാകരുത്. അവൾക്ക് ഭർത്താവുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവൾ ജോലി ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അതിനെ തന്നിഷ്ടം പിന്തുടരൽ എന്നും പറയുകയില്ല. ജോലികൾ പലവിധമാണ്. അത് പാപങ്ങൾ ഉൾക്കൊള്ളുന്ന ജോലിയാണെങ്കിൽ അത് ഉപേക്ഷിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ പുരുഷന്മാരുമായി ഇടകലരുന്നതിനോ അന്യപുരുഷന്മാർക്ക് അവളുടെ അലങ്കാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ കാരണമാകുന്ന ജോലിയാണെങ്കിൽ അതും തിന്മയാണ്. അത്തരം കാര്യങ്ങളിൽ സ്വന്തം മനസ്സിനെ തന്നിഷ്ടം പിന്തുടരുന്നതിൽ നിന്ന് തടയേണ്ടത് നിർബന്ധമാണ്. എന്നാൽ അവളുടെ മുസ്ലിം സഹോദരിമാരോടൊപ്പമുള്ള അനുവദനീയമോ ശരീഅത്ത് നിയമവിധേയമാക്കിയതോ ആയ ജോലിയാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഉദാഹരണത്തിന്, പെൺകുട്ടികളുടെ അധ്യാപിക, സ്ത്രീകളുടെ നഴ്സ്, സ്ത്രീകളുടെ ഡോക്ടർ തുടങ്ങിയ ജോലികൾ. ഇതിൽ യാതൊരു തെറ്റുമില്ല, അതിൽ പാപവുമില്ല. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അപ്പോൾ ചോദിക്കുന്നയാൾ വീണ്ടും ചോദിക്കുകയാണ്, സ്ത്രീക്ക് പണത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും അതിന് അനുമതിയുണ്ടോ? അപ്പോൾ ഷെയ്ഖ് റഹിമഹുള്ള മറുപടി പറയാണ്, അതെ, അവൾക്ക് പണത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും അനുവദനീയമാണ്. അവൾക്ക് അവളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ ആ ധനത്തിൽ നിന്ന് ദാനം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ലക്ഷ്യത്തിനായോ ആ വരുമാനം ഉപയോഗിക്കാം. അപ്പം വീണ്ടും ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, അപ്പോൾ താങ്കൾ പറഞ്ഞ നിബന്ധനകളാണ് പ്രധാനമല്ലേ? അപ്പോൾ ഷെയ്ഖ് മറുപടി പറയാണ്, അതെ. അപ്പോൾ നിബന്ധനകൾ പാലിക്കണം. ബാറക്കല്ലാഹു ഫീക്കും, ഹഫിദകുമുല്ലാ. ഇതിൻ്റെ ഷെയ്ഖിൻ്റെ ശബ്ദം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതേ തലക്കെട്ടിൽ അടിയിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് തുറന്നാൽ നിങ്ങൾക്ക് ഷെയ്ഖിൻ്റെ ശബ്ദം വീഡിയോയിൽ കേൾക്കാം ഇൻഷാ അല്ലാ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറ, ഹഫിദകുമുല്ലാ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.